നടുത്തളത്തിലിറങ്ങിയുള്ള പ്രതിപക്ഷ പ്രതിഷേധമാണ് ഉണ്ടായത്. സ്പീക്കറുടെ ചേംബറിന് മുന്നിലേക്ക് പ്രതിപക്ഷം ഇന്നും എത്തുന്നു. പ്രതിപക്ഷത്തെ വിമർശിച്ച് സ്പീക്കർ എൻ ഷംസീറും രംഗത്തെത്തി. അദ്ദേഹം ക്ഷുഭിതനാകുന്നതാണ് നമ്മൾ അല്പസമയം മുൻപ് കണ്ടത്. സ്പീക്കറുടെ മുഖം മറയ്ക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നായിരുന്നു എൻ ഷംസീറിന്റെ പ്രതികരണം. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇത് തുടർച്ചയായ മൂന്നാം ദിനമാണ് ഇത്തരത്തിൽ പ്രതിഷേധം. സ്പീക്കറുടെ മുഖം മറയ്ക്കാനുള്ള ശ്രമം ഇന്നും നടക്കുന്നു. വാച്ച് ആൻഡ് വാർഡ് അണിനിരക്കുന്നു. അവരുടെ മുകളിലേക്ക് മുഖം മറയ്ക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. പക്ഷേ ചോദ്യോത്തരവേള തുടരുകയാണ്. ഇന്ന് സംഭവിച്ചത് എന്ത്? അനുജ, ഇന്നും നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധമാണ്. ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. കട്ടളപ്പടി കൂടി കടത്തിക്കൊണ്ടുപോയെന്ന ആക്ഷേപം പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിൽ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ രാജിവെച്ചേ മതിയാകൂ എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഈ നിലപാട് ഉയർത്തിയാണ് പ്രതിപക്ഷം ഇന്നും സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് തങ്ങളുടെ മുന്നണിയുടെ നിലപാട് സഭയെ അറിയിച്ചു. അതിനുശേഷം പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്ലക്കാർഡുകളും ബാനറുകളുമായി മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്നാൽ സ്പീക്കറുടെ ഡയസിലേക്ക് ഇരച്ചു കയറാതിരിക്കാൻ ഡയസിലേക്കുള്ള രണ്ട് വാതിലിലും രണ്ട് നിര വാച്ച് ആൻഡ് വാർഡിനെ അണിനിരത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സാധാരണ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ഉദ്യോഗസ്ഥർക്ക് പിന്നിലായി വാച്ച് ആൻഡ് വാർഡിനെ നിയോഗിക്കുന്ന പതിവില്ല. ഇന്ന് സ്പീക്കറുടെ മുഖം മറച്ച് സ്പീക്കറുടെ മുഖം മറയ്ക്കുന്നത് തടയുന്നതിന് വേണ്ടി അവിടെയും ഒരു നിര വാച്ച് ആൻഡ് വാർഡിനെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ ഉദ്യോഗസ്ഥരുടെ മുൻനിരയിൽ നിന്നുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ പൊക്കത്തിലേക്ക് ബാനർ ഉയർത്തി മുഖം മറയ്ക്കാനും പ്രതിഷേധിക്കാനും ശ്രമിക്കുന്നത്. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് മറുപടി പറയുന്നത്. ചോദ്യം ചോദിക്കുന്ന എം.എൽ.എമാരും മന്ത്രിയും ഇടയ്ക്കിടയ്ക്ക് പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ വിമർശിക്കുന്നുണ്ട്. സഭയിൽ തുടർച്ചയായി മൂന്നാം ദിനവും ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.